ഇന്ന് മഗ്രിബോടുകൂടി കയറി വരുന്ന ആഷുറഇന്റെ രാവ്, നാളെ മുഹറം 10 ആഷുറഇന്റെ നോമ്പ്. നാളെ ആഷുറഇന്റെ നോമ്പ് ഉൾപ്പെടെ നോമ്പ് പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇതാ വിശദീകരിക്കുകയാണ്. ഇതിലേതെങ്കിലും ഒരു കാര്യം വിട്ടുപോയാൽ നമ്മൾ പിടിക്കുന്ന നോമ്പിന്റെ പ്രതിഫലം കുറഞ്ഞു പോകുമേ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യവും ഒന്ന് പ്രത്യേകം ഗൗനിക്കണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? വിശദമായി നമുക്ക് കേൾക്കാം. പരിശുദ്ധമായ മുഹറം 10. ആ മുഹറം 10-ന് 10 പ്രവാചകന്മാർക്ക് അല്ലാഹു 10 അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ. അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം വലിയ രക്ഷയുടെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞത്? ആ മന്ത്രങ്ങൾ നമുക്കും പറയാം. ആ മന്ത്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കും രക്ഷയും സമാധാനവുമാകും. ഏതൊക്കെയാണ് പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ള രക്ഷയുടെ മന്ത്രധ്വനികൾ? ഒന്ന് കേട്ടാലോ. 10ാമത്തെ രാവ് കടന്നു വരുന്നു. നാളെ 10ാമത്തെ ദിനമാണ്. നാളെ ആഷുറ ദിനമാണ്. ഈ സമയത്ത് ഒരുപാട് ദിക്റുകൾ പറയേണ്ടതുണ്ട്. പലരും ചോദിച്ചു, ഏത് ദിക്റാണ് ഇന്നും നാളെയൊക്കെയായി കൂടുതലായി പറയേണ്ടത് ഉസ്താദെ? ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? അതുപോലെ ഏത് ആയത്താണ് ഏറ്റവും കൂടുതലായി പാരായണം ചെയ്യേണ്ടത്? പിന്നെയോ ഏത് ദുആയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലായി ഉരുവിടേണ്ടത്? തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാ അതിൻ്റെയൊക്കെ മറുപടി ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. ഒരുപാട് ദിക്റും തസ്ബീഹും ഒക്കെ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്, പറയേണ്ടതുണ്ട്. അതൊക്കെ ഓരോന്നായി ഇൻഷാ അല്ലാ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ആരും അവസാനം വരെ കാണാതിരിക്കരുത്. എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണേ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് നോമ്പ് പിടിക്കാൻ പറ്റാത്തവർക്ക് ഇന്നത്തെ നോമ്പ് മറ്റൊരു ദിവസം ഖളാ വീട്ടാം കേട്ടോ, കുഴപ്പമില്ല. അതായത് ഇപ്പോൾ നിസ്കാരമില്ലാത്ത ഉമ്മമാര് നിങ്ങൾക്ക് പിടിക്കാൻ നല്ല ആഗ്രഹമുണ്ടാകും, പക്ഷേ നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മുഹറം 9-ന്റെ അല്ലെങ്കിൽ നാളെ 10-ന്റെ നോമ്പൊക്കെ പിടിക്കാൻ പറ്റാത്തവർക്ക് ഈ മുഹറം മാസം തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മുഹറം മാസം കഴിഞ്ഞിട്ടോ സഫറിലോ റബീഉൽ അവ്വലിലോ ഒക്കെ നിങ്ങൾക്ക് മുഹറം മാസത്തിൻ്റെ താസുആഇൻ്റെ സുന്നത്തായ നോമ്പ്, ഖളാ ആയി പോയ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നിയ്യത്ത് നിങ്ങൾക്ക് പിടിക്കാം. വരുന്ന ദിവസങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ പിടിച്ചു വീട്ടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് എന്താണ്, രോഗമായിട്ട് ആർക്കെങ്കിലും പിടിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നോമ്പോ നാളത്തെ നോമ്പോ ഒക്കെ പിടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ നോമ്പിന് ഫിദിയ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളങ്ങനെ ചോദിച്ചിരുന്നു, ഉസ്താദേ മുഹറം 9-ന്റെ 10-ന്റെ നോമ്പ് പിടിക്കാൻ പറ്റൂല, അപ്പോൾ അരി കൊടുത്താൽ മതിയോ? ഇപ്പോൾ അത് നമ്മൾ റമളാനിലെ നോമ്പിനാണ് നമ്മൾ ഫിദിയ കൊടുക്കുന്നത്. നിർബന്ധമായ നോമ്പല്ലേ, അതുകൊണ്ട് നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഫിദിയ കൊടുക്കണം, അരി കൊടുക്കണം. പക്ഷേ ഈ മുഹറം മാസത്തിൻ്റെ ഈ സുന്നത്തായ നോമ്പ് ഇത് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഖളാ വീട്ടുക, അതല്ലാതെ ഇതിന് ഫിദിയ കൊടുക്കാനോ അരി കൊടുക്കാനോ കഫാറത്ത് കൊടുക്കാനോ ആവശ്യം ഇല്ല കേട്ടോ. ആ കാര്യം പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. നാളെ മുഹറം 10 നാളെ മുഹറം 10-ന് നമ്മൾ എല്ലാവരും നോമ്പ് പിടിക്കുക. ഇനി ഇന്നത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ മുഹറം 11-ന് നോമ്പ് പിടിക്കൽ പ്രത്യേകം നല്ലതാണ്. മുഹറം 11 മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ വ്യാഴാഴ്ച നമുക്ക് വ്യാഴാഴ്ചയുടെ സുന്നത്തായ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. മുഹറം 11-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതുപോലെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടു. 3 നിയ്യത്ത് വ്യാഴാഴ്ചത്തെ നോമ്പിന് വെക്കാം. പിന്നെ നാളെ നമുക്ക് ആഷുറഇന്റെ നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ രാത്രി തന്നെ ഇൻഷാ അല്ലാ നിയ്യത്തിന്റെ കാര്യം നമ്മൾ മറന്നു പോകരുത്. നവൈതു സൗമ ആഷുറ ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി ആഷുറഇന്റെ മുഹറം 10-ന്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു എന്ന് നമ്മൾ ഇന്നത്തെ രാത്രി നിയ്യത്ത് വെക്കുന്നതോടൊപ്പം തന്നെ റമളാനിൽ നഷ്ടപ്പെട്ടു പോയൊരു നോമ്പും അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നിയ്യത്തും ഇന്നത്തെ രാത്രി നമുക്ക് വെക്കാം. ഇന്നത്തെ രാത്രി മറന്നു പോകരുത്. ഇന്നിപ്പോൾ എന്താണ് ളുഹർ നമസ്കാരം, ഇന്നത്തെ അസ്ർ, ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ അസ്ർ നമസ്കാരം കഴിഞ്ഞ് പ്രത്യേകം നമ്മൾ യാസീൻ ദുആ ആർക്ക് വേണ്ടി? മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, ഭാര്യമാർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി, ഭർത്താക്കന്മാർ, എല്ലാവർക്കും വേണ്ടി ഒരു യാസീൻ ഓതി പ്രത്യേകം നമ്മൾ ദുആ അരക്കണം. പറ്റുന്നവരെ സിയാറത്തിന് പോവുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് വീട്ടിൽ തന്നെ ഉമ്മമാർക്കൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് യാസീൻ ഓതി പ്രത്യേകം ദുആ അരക്കുക. പിന്നെ മഗ്രിബിനോട് തൊട്ടടുത്ത സമയത്ത് സുബ്ഹാനല്ലാഹ്
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ ദിക്ർ ഒരുപാട് കണ്ട് പറയുക. എന്നിട്ട് നല്ലതുപോലെ അള്ളാഹുവിനോട് ദുആ അരക്കുക. പടച്ചവനെ, ഒരുപാട് തെറ്റുകൾ പറ്റിപ്പോയി, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ. ഞങ്ങൾ ചെയ്ത നോമ്പിനെ നീ സ്വീകരിക്കണേ. ഇനി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് തരണേ. എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, നമുക്ക് എത്രയോ വിഷമങ്ങളുണ്ട്. ആ വിഷമങ്ങൾ പറഞ്ഞ് ദ്വാരക്കണം. ലോക മുസൽമാന് വേണ്ടി ദ്വാരക്കണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് വേണ്ടി ദ്വാരക്കണം. നമ്മുടെ ആഖിബത്ത്, അവസാനം നന്നാവാൻ ദ്വാരക്കണം. അങ്ങനെ ഒരുപാട് ദ്വാകൾ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു സമയമാണ് ഇന്നത്തെ മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം. എന്നിട്ടോ നമ്മൾ മഗ്‌രിബ് വാങ്ക് കേൾക്കുമ്പോൾ നോമ്പ് തുറക്കുക. നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകമായി പറയേണ്ട 2 സുന്നത്തായ ദുആയുണ്ട്. ഒന്ന്, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, അല്ലെങ്കിൽ ദഹബൽ ളമഉ വബതല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ഇതിലേതെങ്കിലും നമുക്ക് രണ്ടും പറഞ്ഞാൽ വലിയ ഖൈറാണ്. ആ ദുആ പറയുക, ആ ദിക്ർ പറയുക. പിന്നെ മഗ്‌രിബ് നമസ്കാരം അത് ജമാഅത്തായി തന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുക. സ്ത്രീകൾ വീട്ടിൽ തന്നെ അത് ഖളാ ആക്കാതെ, സമയം നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കുക. പിന്നെ മഗ്‌രിബിന് ശേഷം, ഇന്ന് നമ്മൾ നോമ്പ് തുറയുടെ തിരക്കൊക്കെ ആയിരിക്കും, പക്ഷേ നമ്മൾ ഇന്നത്തെ മഗ്‌രിബിന് ശേഷമുള്ള സമയം വളരെ പ്രാധാന്യമുള്ളതാണ്. പറ്റുന്നതുപോലെ യാസീന ഓതി, അതുപോലെ സൂറത്തുൽ മുൽക്ക്, വാക്കിയൊക്കെ ഓതി നമ്മൾ ഇന്നത്തെ രാത്രി പ്രത്യേകം ഹയാത്താക്കുക. ഇന്നത്തെ രാത്രി ഹയാത്താക്കാൻ പറ്റിയാൽ വലിയ ഖൈറാൻ. ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിച്ചിരിക്കണമെന്നല്ല. നമ്മൾ സാധാരണ രാത്രികളിൽ ചെയ്യുന്നതിനേക്കാൾ അമലുകൾ ഒന്നുകൂടി ഒരു കുറച്ച് കൂട്ടി ചെയ്യുക. അതായത് നമ്മളെന്താ, ഒരു 2 റക്അത്ത് കൂടുതൽ സുന്നത്ത് നിസ്കരിക്കുക. വിത്ർ നിസ്കാരം 3 റക്അത്ത് നിസ്കരിക്കുന്നവരാണെങ്കിൽ ഒരു 5ഓ 7ഓ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അധികരിപ്പിക്കാം. ഇന്നത്തെ രാത്രി നിങ്ങൾക്ക് തസ്ബീഹ് വേണമെങ്കിൽ നിസ്കരിക്കാം. തസ്ബീഹ് നിസ്കാരം അല്ലേ, നമ്മൾ റമദാനിൽ മാത്രം നിസ്കരിച്ചാൽ പോരല്ലോ, നമുക്ക് മറ്റുള്ള സമയത്ത് നിസ്കരിക്കാം. അത് ഇന്നത്തെ രാത്രി തസ്ബീഹ് നിസ്കരിക്കാം, അതുപോലെ വിത്ർ നിസ്കരിക്കാം. ഇന്നത്തെ രാത്രി തഹജ്ജുദ്, അതൊക്കെ നമ്മൾ കൃത്യമായി പ്രത്യേകം മനസ്സിലാക്കി നിസ്കരിക്കുക. ഇന്നത്തെ തഹജ്ജുദ്, പിന്നെ ഇന്നത്തെ അത്താഴം അല്ലേ, ഇന്നത്തെ മഗ്‌രിബിന് ശേഷം നമ്മൾ ഇന്നത്തെ ഇശാ കഴിഞ്ഞ് പിന്നെ കിടന്നുറങ്ങി നമ്മൾ അത്താഴത്തിന് പ്രത്യേകം എഴുന്നേൽക്കണം. ചില ആൾക്കാർ നോമ്പ് പിടിക്കുന്നത് അത്താഴമൊന്നും വേണ്ട, അങ്ങനെയല്ല. ഇന്നത്തെ രാത്രി അത്താഴം കഴിക്കുക. പിന്നെ നോമ്പിൻ്റെ നിയ്യത്തിൻ്റെ കാര്യം മറന്നു പോകരുത്. ഒരല്പം, ഒരു ഇറുക്ക് വെള്ളമാണെങ്കിലും, ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും കുടിച്ച് ആ ഒരു സുന്നത്തെടുക്കുക. പിന്നെ നാളത്തെ പകൽ നമ്മളെന്താ, പരിശുദ്ധമായ ആശൂറയിൻ്റെ സുന്നത്തായ നോമ്പിലായിരിക്കും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളത്തെ ആശൂറയിൻ്റെ ദിവസം, നാളത്തെ 10ാമത്തെ അല്ലേ, മുഹറം മാസത്തിൻ്റെ 10ാമത്തെ ദിവസം ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല ലോകത്ത് കാണിച്ച ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന ദിവസമാണ്. അല്ലാഹുവേ പടച്ചവനെ, നാളെ ആശൂറയിൻ്റെ ദിവസം, ആ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി, എല്ലാവിധ ഖൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തരണേ അല്ലാ. നാളത്തെ ദിവസം ഒരുപാട് അനാചാരങ്ങൾ ലോകത്ത് നടക്കും അല്ലേ. ഷിയാക്കള് മഹാനായ കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വഫാത്തായി അല്ലേ, മഹാനവകളുടെ ദുഃഖാചരണമായിട്ട് എന്താ ഷിയാക്കള് ഇരുമ്പിൻ ആയുധങ്ങൾ വെച്ച്, അതുപോലെ വാളും എന്താ കത്തിയും ബ്ലേഡൊക്കെ ആയിട്ടെടുത്ത് ശരീരം ഇങ്ങനെ കീറി മുറിക്കുന്ന ഒരു ചടങ്ങൊക്കെ അവർക്കുണ്ട്. അതൊന്നുമില്ല, വെറുതെയാണ്. അതൊക്കെ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടുമെന്നല്ലാതെ ഒരു ഗുണവും അതുകൊണ്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഇന്നത്തെ രാത്രി പ്രത്യേകം സുറുമയിടൽ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമില്ലാത്ത, ഇന്നത്തെ രാത്രി സുറുമയിട്ടാൽ കണ്ണുരോഗം ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഒരു കിതാബിലുമില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ, ഇന്നത്തെ രാത്രി പ്രത്യേകം ഒന്ന് കുളിക്കുക. കുളിക്കെന്ന് പറഞ്ഞാൽ സംസം വെള്ളം എല്ലാ കിണറിലേക്കും അള്ളാഹു ഒഴുക്കും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി കുളിച്ചാൽ രോഗങ്ങൾ മാറും എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അതങ്ങനെയൊന്നുമില്ല. പിന്നെ ഫിഖിഹിൻ്റെ കിതാബിലൊന്നും അങ്ങനെ കാണുന്നില്ല. പിന്നെ കുളിക്കുന്ന സമയത്ത് ഒന്ന് നല്ല നീയത്ത് വെക്കുക. അതായത് ആശുറയിൻ്റെ ദിവസത്തിൽ ഞാൻ കുളിക്കുന്നു എന്നൊരു നീയത്ത് വെക്കൽ നല്ലതാണെന്ന് ഈ അമലുകളുടെ മഹത്വം പറയുന്ന കിതാബിൽ കാണാം. അല്ലാതെ പ്രത്യേകം ഒരു കുളി ഫിഖിഹിൻ്റെ കിതാബിലൊന്നും കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് മുഹറം 9ൻ്റെ പകലാകുന്ന ഇന്നും പ്രത്യേകിച്ച് നാളത്തെ പകലിലും നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ദിവസമാണല്ലോ നാളെ. അതുകൊണ്ട് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ കാരണമാകുക ആ ഒരു ദിക്ർ നമുക്കും പറയാം. അത് പറഞ്ഞാൽ ഒരുപാട് പ്രതിഫലമാണ്, ഒരുപാട് നേട്ടങ്ങളാണ്. 10 പ്രവാചകന്മാർക്ക് അല്ലാഹു 10 ഗുണങ്ങൾ നൽകിയ, 10 മഹത്വങ്ങൾ നൽകിയ ആദ്യ പ്രധാനപ്പെട്ട ദിവസം ഇതാ വരാനിരിക്കുന്നു. ഇന്ന് പരിശുദ്ധമായ ആശൂറയിൻ്റെ രാവാണ്. ഇന്നത്തെ രാവിലേക്ക് പ്രവേശിച്ചാൽ ഒരു മുസ്ലിം അവൻ ഒരിക്കലും അവൻ്റെ ഇബാദത്തുകളൊന്നും വളരെ നിസ്സാരമാക്കി കാണരുത്. ഓരോ അമലിനും ഒരുപാട് പ്രതിഫലമാണ്. നാളത്തെ നോമ്പിന് 1 കൊല്ലം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ടെന്നും അല്ലെങ്കിൽ 60 വർഷത്തെ
ഇബാദത്തിന്റെ പ്രതിഫലമുണ്ടെന്നും തുടർച്ചയായി 1 കൊല്ലം നോമ്പ് പിടിച്ച പ്രതിഫലമുണ്ടെന്നും 1 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നും അങ്ങനെ നിരവധി ഹദീസുകളിൽ പല പ്രതിഫലങ്ങൾ നാളത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നോമ്പ് നമ്മൾ പിടിച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നാവ് കൊണ്ട് ഏഷണിയും പരദൂഷണവും മോശത്തരമൊന്നും പറയാതെ ഇരിക്കുക. നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ നോമ്പ് തുറ നമ്മൾ ഒരാളെയെങ്കിലും ഒന്ന് പങ്കെടുപ്പിക്കുക. ഒരാൾക്ക് ഒരു കാരക്ക കൊടുക്കുക, ഈത്തപ്പഴം കൊടുക്കുക, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു 100 രൂപ അയച്ചു കൊടുത്തിട്ടാ ഇത് എന്താ ഒരു നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നീ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ പകലിൽ ഒരു സ്വതക്ക ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ പകലിൽ ഒരു സ്വതക്ക, ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്ന ഇന്നത്തെ രാവ്, അതായത് ആഷുറയിൻ്റെ രാവിലെ ഒരു സ്വതക്ക, നാളെ ആഷുറയിൻ്റെ പകലിൽ ഒരു സ്വതക്ക. അതായത് ഒരു 30 രൂപ മതി, ഒരു 10 രൂപ വെച്ച് ഒരാൾക്ക് കൊടുത്താൽ അത് വലിയൊരു ഖൈറാണ്. നമ്മൾ കൊടുക്കുന്നത് ചെറുതാണെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഫലം കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിയുന്നതുപോലെ സ്വതക്ക ചെയ്യുക, ദിക്റുകൾ അധികരിപ്പിക്കുക. ഒരുപാട് ദിക്റുകളുണ്ട്. എത്രയോ മുഹറം 10ൻ്റെ അന്ന് അല്ലെങ്കിൽ മുഹറം 9ൻ്റെ അന്ന് നിങ്ങൾ ഈ ദിക്ർ അധികരിപ്പിക്കുക, ഇത് പറയുമെന്ന് പറഞ്ഞ് എത്രയോ ദിക്റുകളാണ് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ദിക്ർ നമ്മൾ അധികരിപ്പിക്കുക. പിന്നെയോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ആ ഒരു ദിക്ർ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. മാത്രമല്ല മുഹറം 9ൻ്റെ പകലിലും 10ൻ്റെ പകലിലും അല്ലെങ്കിൽ അതിൻ്റെ രാവുകളിൽ ഒരു മനുഷ്യൻ 1000 പ്രാവശ്യം പറയേണ്ട ഒരു ഇസ്തിഗ്ഫാറാണ്, ഒരു ദിക്റാണ്, ഒരു ദുആയാണ്, ഒരു തസ്ബീഹാണ്. ഏത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. അതായത് മുഹറം 9ൻ്റെ രാവ് അത് കഴിഞ്ഞു പോയി. ഇപ്പോൾ മുഹറം 9ൻ്റെ പകലിലല്ലേ നമ്മളുള്ളത്? അതെ. ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുന്നത് മുഹറം 10ൻ്റെ രാവ്. അതെ, നാളത്തെ പകൽ മുഹറം 10. അപ്പോൾ ഇനിയുള്ള സമയങ്ങളിലൊക്കെ പറ്റുന്നത് പോലെ 1000 പ്രാവശ്യമാണ് മഹത്തുക്കൾ നമുക്ക് പറയുന്നത്. കഴിയുന്നത് പോലെ നമ്മൾ ചൊല്ലുക. എന്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. രാജാതിരാജനായ അല്ലാഹുവേ, ഫദ്ലുടയവനെ, മാന്യനായ അല്ലാഹുവേ, നിന്നോട് ഞാൻ ഇസ്തിഗ്ഫാർ പറയുകയാണ്. ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ്. എന്തിൽ നിന്നും? മിൻ ജമീഇ ദുനൂബി വൽ ആസാം, മുഴുവൻ തെറ്റുകളിൽ നിന്നും, മുഴുവൻ പാപങ്ങളിൽ നിന്നും. അല്ലാഹുവേ, ഞാൻ നിന്നോട് ഇതാ തൗബ ചെയ്യുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം. ഇത് മുഹറം 9നും പ്രത്യേകിച്ച് 10 നാളത്തെ പകലിലും നമ്മൾ പറയേണ്ട ദിക്റാൻ. മാത്രമല്ല സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 1000 തവണ ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് ഒരുപാട് ദുന്യവിയും ഉഖ്റവിയുമായ നേട്ടങ്ങൾ കിട്ടുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. ഉസ്താദേ, 1000 വട്ടമൊക്കെ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ എത്രയോ മണിക്കൂറുകൾ വേണം, ഞങ്ങൾക്കത് പറ്റോ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം. 1000 വട്ടം അത് പറയുമ്പോൾ 1000 എന്ന് കേൾക്കുന്നു, 1000 എന്ന് പറയുമ്പോൾ അങ്ങനെ വലുത് 1000. പക്ഷേ ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ ഒരു 5-6 മിനിറ്റ്, കൂടിപ്പോയി ഒരു 6 സെക്കൻഡ്. ഒരു സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ 5-6 സെക്കൻഡ് മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്രയായി അല്ലേ? നമ്മൾ കൂട്ടി ഇങ്ങനെ ഓതാം. അപ്പോൾ വളരെ തുച്ഛമായ സമയം മതി. പിന്നെ ഇത് ഓതാൻ എന്താണ് വുളു വേണമെന്നൊന്നും നിർബന്ധമില്ല. വുളു വേണ്ട, വുളു ഇല്ലാതെയും ഓതാം. പിന്നെ നിസ്കാരമില്ലാത്ത ഉമ്മമാര് ഇതൊക്കെ ഖുർആനിനൊക്കെ പകരമായിട്ട് ദിക്റുകൾ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം അതോതാം. അതുപോലെ ഇപ്പോൾ നിസ്കാരമുള്ളവർക്കും അതുപോലെ പുരുഷന്മാർക്കും എന്ത് ഓതുക? സൂറത്തുൽ ഇഖ്ലാസ് 1000 വട്ടം ഓതുക. പിന്നെയോ 70 പ്രാവശ്യം ഇന്നത്തെ പകലിലും അതുപോലെ നാളത്തെ ദിവസം പറയേണ്ട ഒരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ളൊരു ദിക്റാണ്. എന്ത്? ഹസ്ബുനല്ലാഹു
ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ 70 പ്രാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണെന്ന് പറഞ്ഞേ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിച്ചു, ഉസ്താദേ ഹസ്ബുനല്ലായാണോ ഹസ്ബി അല്ലായാണോ? രണ്ടും പറയാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നും പറയാം. ഹസ്ബി അല്ലാഹു നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നും പറയാം, കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ ഇന്നും നാളെയൊക്കെയായി നമ്മൾ അധികരിപ്പിക്കേണ്ട മറ്റൊരു ദിക്റാണ് 70 പ്രാവശ്യം. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറഞ്ഞേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു യുഹ്യി വ യുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുപോലെ തന്നെ വീണ്ടും 70 പ്രാവശ്യം പറയൽ പ്രത്യേകം നല്ലതാണെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ മറ്റൊരു ദിക്റാണ്. ഏത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇതൊക്കെ അറിയാവുന്ന ദിക്റല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെ ഇങ്ങനെ ഓദിക്കോ. പിന്നെ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, നമ്മൾ മറന്നു പോവേണ്ട, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തി മുഹറം 10. പിന്നെയോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവകളുടെ തൗബ സ്വീകരിച്ചു. ഇദ്രീസ് നബിയുടെ സ്ഥാനം അല്ലാഹു ഉയർത്തിക്കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചതും മഹാനവറുകളെ തീയിൽ നിന്നും അല്ലാഹു തആല നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയതും നാളത്തെ ദിവസമാണ്. അതുപോലെ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാഴ്ച തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ മഹാനായ യഅ്കൂബ് നബിയും മകനാകുന്ന യൂസുഫ് നബിയും തമ്മിൽ കണ്ടുമുട്ടിയത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും 16 ലക്ഷം ഇസ്രായേലിയന്മാരെയും കൊണ്ട് ചെങ്കടൽ കടന്നതും, അതുപോലെ ഫിർഔനും 6 ലക്ഷത്തോളം വരുന്ന ഫിർഔനിന്റെ പട്ടാളവും ചത്തൊടുങ്ങിയതും നാളത്തെ ദിവസമാണ്. പിന്നെയോ അതുപോലെ തന്നെ മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രോഗം മാറി. ഈസാ നബി അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തി. അതുപോലെ തന്നെ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു രാജാധികാരം കൊടുത്തു. തുടങ്ങി ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മഹത്വങ്ങളും, ആകാശത്തെ പടക്കാനും ഭൂമിയെ പടക്കാനും അർശിനെ കുർസിനെ മഴയെ, അതുപോലെ തന്നെ ലോകത്താദ്യമായി സസ്യം മുളച്ചത് തുടങ്ങി സ്വർഗമുണ്ടായത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായത്, ഒരുപാട് കാര്യങ്ങൾ നടന്നത് മുഹറം 10 നാളത്തെ ദിവസമാണ്. അതിൻ്റെ രാവ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, നമ്മൾ പ്രത്യേകം ദുആയിലാവണേ. റബ്ബന ആത്തിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ദിക്റും ദുആയും തസ്ബീഹും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കുക. അതുപോലെ കുടുംബത്തിൽ വിശാലത ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക, സ്വതക്ക ചെയ്യുക, അതുപോലെ തന്നെ നോമ്പ് തുറപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ഇന്നും നാളെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുക. അവസാനമായി പറയട്ടെ, മുഹറം 9 അതിൻ്റെ രാവിലും അതിൻ്റെ പകലിലും മുഹറം 10 അതിൻ്റെ പ്രധാനപ്പെട്ട സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ട് പറയേണ്ട ഒരു ദിക്റാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദിക്ർ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം കുറച്ച് സ്വഹാബിമാരിരിക്കുകയാ. സ്വഹാബിമാർ പറയുന്നു, കുന്നാ ജുലൂസൻ ഇൻദൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി തങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഫഖാല, നബി തങ്ങൾ പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിശൈഇൻ ഇദാ നസല ബിറജുലിൻ മിൻകും കർബുൻ ഔ ബലാഉം മിൻ ബലായദ് ദുനിയാ. സ്വഹാബാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം, രോഗം, പ്രയാസം, ബുദ്ധിമുട്ട്, സങ്കടം, അത് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, വാഹനം, മക്കൾ, ജോലി, അതുപോലെ തന്നെ വിവാഹം ശരിയാവാത്തവരുണ്ട്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അങ്ങനെ എന്തെല്ലാം പ്രയാസ സങ്കടങ്ങളുണ്ടോ അതെല്ലാം മാറാൻ നിങ്ങൾ ഒരാൾ ദുആ ചെയ്യുകയാണെങ്കിൽ ദഅ ബിഹി യുഫർരിജു അൻഹു, നിങ്ങൾ അതിൽ നിന്നും ദുആ രക്കുന്ന സമയത്ത് ആ പറയപ്പെട്ട പ്രയാസങ്ങളെല്ലാം മാറി, നിങ്ങളുടെ പ്രതിസന്ധികളെല്ലാം മാറി സന്തോഷം കിട്ടാൻ ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെ എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോൾ ആ സ്വഹാബിമാർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലും. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞത് ദുആഉ ദിന്നൂൻ, അതായത് ദിന്നൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്, ദിക്റാണ്, തസ്ബീഹാണ്, ഖുർആൻ ആയത്താണ്. ഉദു ഉള്ളവർക്കും ഇല്ലാത്തവർക്കും, നിസ്കാരമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഓതാൻ പറ്റിയ ദിക്റാണ്. ഇത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാന
സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക് എന്ന കിതാബിൽ പറയുന്നു, ഒരു മനുഷ്യൻ രോഗിയായി, അയാൾ രോഗിയായ സമയത്ത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ എന്ന ദിക്ർ അയാൾ 40 മറ 40 വട്ടം പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല ആ രോഗം ശിഫയാക്കി കൊടുക്കും. ഫമാത ഫീ മർദിഹി ദാലിക, അവൻ ആ രോഗത്തിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ ഉഅതിയ അജ്റ ഷഹീദ്, അവനിക്ക് ഷഹീദിന്റെ കൂലി അല്ലാഹു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നില്ല, വ ഇൻ ബരിഅ, രോഗിയായി കിടന്നപ്പോൾ അവൻ 40 വട്ടം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ എന്ന ദിക്ർ പറഞ്ഞവനാണെങ്കിൽ ഫഖദ് ഗുഫിറ ലഹു ജമീഅ ദുനൂബിഹി, അവന്റെ രോഗത്തിലും ആ ഒരു ദിക്ർ പറയുന്ന സമയത്ത് അവന്റെ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതുമാണ്. അപ്പോൾ എന്തൊക്കെ നേട്ടമാ! ഒരാൾക്കൊരു എന്തൊരു ആവശ്യം നിറവേറ്റാനുണ്ടെങ്കിൽ അവൻ 2 റക്അത്ത് ഒരു സുന്നത്ത് നിസ്കാരം, വെറുതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് അവൻ നിസ്കരിക്കുക. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് അവസാനത്തെ സുജൂദിൽ 40 പ്രാവശ്യം അവൻ ഈ ഒരു ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ എന്ന ദിക്ർ പറഞ്ഞിട്ട് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ആ ദുആ, അവൻ്റെ എന്താവശ്യമാണെങ്കിലും അല്ലാഹു തആല സഫലീകരിച്ചു കൊടുക്കുമെന്ന് നമുക്ക് മഹത്തുക്കളായ മശായിഖന്മാർ പഠിപ്പിച്ചു തരുകയാണ്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം അധികരിപ്പിക്കണം. പിന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ അതൊക്കെ നമ്മൾക്ക് പറയാം. പിന്നെ ദുആഉൽ ഖർബ്, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വ റബ്ബുൽ അർളി വ റബ്ബുൽ അർശിൽ കരീം. ദുആഉൽ ഖർബ് അത് നമുക്കറിയാം. പിന്നെ ഒരുപാട് സ്വലാത്തുകൾ, പിന്നെ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന അല്ലേ, യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ മലിക്കു, അതൊക്കെ പ്രത്യേകം പറഞ്ഞിട്ട് ദുആരക്കുക. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നാളെയും നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നാളത്തെ പകലും ഇന്നത്തെ മഗ്‌രിബോടുകൂടി സമയവും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതിപ്രധാനപ്പെട്ട ഒരു കൂട്ടം മന്ത്രധ്വനികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നമുക്ക് ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു തആല തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനും അതനുസരിച്ച് ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞ് മരിക്കാൻ നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ വീഡിയോകൾ കാണുന്നവർ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റായി ഒരുപാട് ദുആ വസിയത്ത് പറയുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ തരട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് നമ്മളെ അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.